രാവിലെ തന്നെ BSNL ഓഫീസിൽ നിന്ന് വിളിക്കും, നിങ്ങളെ റൗട്ടർ കേടല്ലേ, നമ്മൾ നിങ്ങളെ വീട്ടിലുണ്ട് എന്ന്. ഞാൻ പറഞ്ഞു ഞാൻ ഇത് വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന്. അങ്ങനെയെല്ലാം കൂടി പല്ല് പോലും തേക്കാണ്ട് ഉറക്കത്തെണീറ്റിട്ട് നമ്മളിങ്ങനെ പോകട്ടോ. പോകുന്ന സമയത്ത് റോഡ് നിറച്ച് ചളിയാണ്. ഈ ഓട്ടോറിക്ഷക്കാരൻ കുറച്ച് ചളി എൻ്റെ മേത്തേക്ക് തെറിപ്പിച്ചു. പക്ഷേ ഞാൻ ഓനൊന്നും പറയാൻ നിന്നില്ല, കാരണം എന്ന് വെച്ചുകൊണ്ട് ഓൻ്റെ അടുത്ത് തെറ്റില്ലല്ലോ. അങ്ങനെയെല്ലാം കൂടി പോകുന്ന 2 പശു കൊണ്ട് കയറി പോകുന്നു. പശുവിനോട് ഞാൻ ഒന്നും പറഞ്ഞില്ല, എല്ലാം നീ വേറെ ഉറക്കം കഴിഞ്ഞ് പോവുകയാണോ എന്ന് ചോദിച്ചു. അങ്ങനെ പോകുന്ന സമയത്ത് ഞങ്ങൾക്ക് ഒരേ ഒരു പ്രാർത്ഥനയുള്ളൂ. ആ പ്രാർത്ഥന പറഞ്ഞുതരാം. ദേവേച്ചിയെ പീടിയെന്ന് വരിക അല്ലേ, ഞാൻ ദേവിച്ചിനോട് ചേരുന്ന വരുന്നതെന്ന്. അന്നേരം പറഞ്ഞു പീടിയെ പോയി സാധനം വാങ്ങി വരികയെന്ന്. മുമ്പ് തന്നെ സ്കൂൾ വണ്ടി കേട്ടോ. അത് വന്ന ഉടനെ ഞാൻ ബ്രേക്ക് പിടിച്ച് അവിടെ നിർത്തി വണ്ടി സൈഡായിട്ട് കട്ട് ചെയ്ത് പോയി. എൻ്റെ പ്രാർത്ഥന എന്താണെന്നല്ലേ, ഗേറ്റ് അടയ്ക്കല്ലേ എന്ന് ഞാൻ BSNL ഓഫീസിൽ നിന്ന് വന്ന ആൾക്കാരോട് പറഞ്ഞുകൊണ്ട് 10 മിനിറ്റിൻ്റെ ഉള്ളിൽ ഞാൻ അവിടെ എത്തുന്ന. ഈ തോടൊക്കെ കണ്ടിട്ട് നമ്മളെന്താക്കി നേരെ സൈഡിൽ കൂടി തന്നെ ഇങ്ങനെ പോട്ടോ. അധികം നേരം പോകാനൊന്നുമില്ല എന്നൊക്കെ നിങ്ങൾ വിചാരിക്കും. ഏകദേശം ഒരു 1.5-2 കിലോമീറ്റർ നമ്മൾ പോകുന്നുണ്ട്. പിന്നെ ഈ പണ്ടേ പറയുന്നൊരു പേരാണ് പ്രേതത്തിൻ്റെ വീട് എന്ന്. ഈ വീടിനെ പറ്റി എപ്പോൾ ഞങ്ങൾ പറയുന്നത് വെച്ചുകൊണ്ട് പ്രേതത്തിൻ്റെ വീടാണെന്ന്. അങ്ങനെയെല്ലാം കൂടി നമ്മൾ ഇടത്തി ഗേറ്റിൻ്റെ മുമ്പിലെത്തിയൊക്കെ ഗേറ്റ് അടച്ചിക്കില്ല, പക്ഷേ അടച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാം കൂടി ഞാൻ അവിടെ കുടുങ്ങിയ പാടാൻ എനിക്ക് തോന്നിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒന്നും ഒഴിവാവില്ല എന്നാ. പിന്നെ നമ്മളെ ട്രെയിൻ വന്ന് വന്നതിന് ശേഷം ഞാൻ വിചാരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം എന്തായാലും ഇത് കഴിഞ്ഞാൽ പിന്നെ തുറക്കല്ലോ എന്ന്. പക്ഷേ എൻ്റെ മക്കളെ ഒരു ചേരട്ട മാതിരിയുള്ള ഒരു സാധനം കൂടി ഉണ്ട് കേട്ടോ. അതാകെ കഷ്ണമുള്ളെങ്കിലും അത്രയും അപകടശാലിയാണെന്ന് നിങ്ങൾക്ക് എല്ലാം അറിയുന്നതാണ്. എന്താ വെച്ചാൽ ചെറുതായിട്ടൊന്ന് അതിലെ പോയാൽ മതി, നമ്മൾ ഔട്ടായി. പിന്നെ അത് പോകുന്നവരെ ഞാൻ കുറച്ചു നേരം വെയിറ്റ് ചെയ്ത്. അതും കൂടി പോയി കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെട്ടല്ലോ. അന്നേരമല്ലേ മനസ്സിലായത്. എല്ലാവരും കൊണ്ട് ഇങ്ങനെ പറയുന്നത്, പോയി കഴിഞ്ഞാൽ എൻ്റെ മക്കളെ അത് പോയൊരാളുണ്ട് നടന്ന് വരുന്നത്. നടന്ന് വന്ന് മൂപ്പറങ്ങ് പോയി കിട്ടാം മടുക്കത്തൊക്കെ കുത്തിയിട്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് പൊന്തി കഴിഞ്ഞാലല്ലേ നമുക്ക് പോകാൻ പറ്റും, വണ്ടി മേലല്ലേ. അങ്ങനെയെല്ലാം കൂടി അത് പൊക്കുന്ന പരിപാടി അതിനെക്കൊണ്ട് എല്ലാവരും വണ്ടിയും കൊണ്ട് ഇങ്ങനെ മുന്നോട്ടേക്ക് വരുന്നത്. ഞാൻ അവിടെ തന്നെ സൈഡാക്കി. എന്താ വെച്ചുകൊണ്ട് എൻ്റെ ക്യാമറ ഓൺ അതിനെക്കൊണ്ട് നമുക്ക് എന്താക്കാണ് സെറ്റാക്കിയിട്ട് പോടല്ലോ. അപ്പോൾ എൻ്റെ വണ്ടീൻ്റെ മുമ്പിൽ ഒരാൾ വണ്ടിയും കിട്ടും. പിന്നെ ഒന്നും നോക്കിയില്ല, വണ്ടിയും ആംബുലൻസും ഒക്കെ കടന്ന് ഇങ്ങനെ പോവുകയല്ലേ. പോകുന്ന സമയത്ത് എന്ന് വെച്ചുകൊണ്ട് അതിൻ്റെ അടുക്ക് വലിയ വിളിക്കുകയും ചെയ്തു. കാരണം എന്ന് വെച്ചുകൊണ്ട് നിങ്ങൾ എവിടെ എത്തി. ഞാൻ പറഞ്ഞത് വീട്ടിൻ്റെ മുമ്പിൽ തന്നെ ഉണ്ട്, നോക്കുന്നേരം ഓല് വീട്ടിൻ്റെ മുമ്പിലുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ എന്തൊക്കെ അടിച്ച് മിന്നിച്ചിട്ട് പോകുന്ന സമയത്ത് അവിടെ ബ്ലോക്കും കാര്യങ്ങളും ഒന്നും ഇല്ലേനും. പിന്നെ ഒരു കാര്യം കാണുങ്ങൾക്ക്, ഈ വരുന്ന ഷിഫ്റ്റ് കണ്ടില്ലേ, മൂപ്പർ ഓടുന്ന ഓട്ടത്തിൽ ഡോറ് തുറന്നിട്ട് കണ്ടോ, ഇതൊക്കെ കണ്ടോ, ഡോറ് തുറന്നിട്ട് റോഡിൻ്റെ നിലത്തിങ്ങനെ നോക്കുക, എന്തോ തട്ടിക്കെന്ന് പറഞ്ഞിട്ട്. ഞാൻ പറയും ഇങ്ങനെ നോക്കരുതേ എന്നാട്ടോ പറയുന്നത്. പിന്നെ എല്ലാം കൂടി നമ്മൾ അനൂപ് ഞാനും ഒരുമിച്ച് പഠിച്ചാണ്. അനൂപ് ലേശം സ്പെഷ്യലാണ്. അതുകൊണ്ട് അനൂപിനോട് ചേർന്നാൽ വരുന്നതെന്ന് വെച്ചാൽ പറഞ്ഞാൽ നമുക്ക് എന്തോ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് അതുകൊണ്ട് അത് കൊണ്ടുപോവുകയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്ന്. അങ്ങനെയെല്ലാം കൂടി നമ്മളെന്താക്കി നേരെ വീട്ടിലേക്ക് പോകുന്ന സമയത്തുണ്ട് മീൻകാരൻ ബാബുക്ക പോകുന്നു. അങ്ങനെയെല്ലാം കൂടി മൂപ്പർ ആ സൈഡാക്കി തന്നെ എനിക്ക് എന്താ വെച്ചാൽ ചളി തെറിക്കരുതല്ലോ. ഞാൻ ഇങ്ങനെ പതുക്കെ നമ്മൾ വെള്ളത്തോടി ഇങ്ങനെ അടിച്ച് മിന്നിച്ചിട്ട് അടുത്തി വീട്ടിൽ എത്താൻ ഇനി ആകെ 2-3 സെക്കൻഡും കൂടിയുള്ളൂ. പക്ഷേ ആ BSNL ഓഫീസിൻ്റെ ആൾക്കാർ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിലുണ്ട് എന്നാ. വീട്ടിലെത്തിയില്ല കേട്ടോ. അപ്പുറം ഞാൻ ഇവിടെ ഇല്ലാത്തതിനെ കൊണ്ട് അപ്പുറം ഏതോ ഒരു വീട്ടിൽ പോയതാണ്. അപ്പം ഞാൻ സ്വിച്ച് ഓഫ് ആക്കി. എന്താ വെച്ചാൽ ലൈറ്റ് ഇങ്ങനെ കത്തുന്നുണ്ടല്ലോ. ചെരുപ്പ് പൂരി നേരെ വീട്ടിലേക്കും കയറി. പിന്നെ ഒന്നും നോക്കിയില്ല, ഓലയും കാത്ത് ഒരു ഇരുത്തിരിക്കണമല്ലോ. ഞാൻ വേഗം നമ്മളെ വാതിക്കലുള്ള കസാലയിൽ കയറി അവിടെ ഇരുന്ന്. പിന്നെന്ത് ചെയ്യാനാ, അവരെയും കാത്തിരുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ ഇങ്ങനെ കാത്തിരുന്ന് അവർ വരുന്നില്ല കേട്ടോ. അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞതിന് ശേഷം എന്താക്കുന്നുണ്ട്, അവരുണ്ട് വിളിക്കുന്നത്, ഞങ്ങളെത്തിയെന്ന്. അവനാണ് ഇവൻ വന്നതിന് ശേഷം എന്താ അതിന് റൗട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ വെച്ചല്ല എന്താ ലേറ്റ് ആയി നേരം പറഞ്ഞ് അപ്പുറം ഒരു വീടുണ്ടേനോ അതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതൊന്ന് ഫിറ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് ബാക്കിയൊക്കെ സെറ്റായി. അപ്പം നമ്മളെ രാത്രി ഇന്ന് ലൈവ് ഉണ്ടാവുമെന്ന് പ്രത്യേകിച്ച് പറയണ്ടല്ലോ. അങ്ങനെ ഓൻ വരികയും ചേറ്റി ഇതൊക്കെ ഫിറ്റ് ചെയ്ത് ഉഷാറാക്കിയിട്ട് പോയിക്ക്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ വണക്കം. ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് തേങ്ങ പറിക്കാൻ വേണ്ടിയിട്ട് പോകാൻ. നമ്മളെ ഉമ്മാൻ്റെ അനിയത്തിൻ്റെ നമ്മളെ വീട്ടിൽ തേങ്ങ ഉണ്ട്, പെറുക്കാൻ വേണ്ടി പോകാൻ പറഞ്ഞിട്ട്. ഇനി ആ തേങ്ങ പെറുക്കുന്നതും കൂടി എഴുതണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ വണക്കം ബൈ. അപ്പോൾ ലൈവ് ഉണ്ട് കേട്ടോ, ഇന്ന് ആരും മറക്കണ്ട.